കഴിഞ്ഞ ഭാഗം നമ്മൾ തുറന്ന വാതിൽ നയം പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ചൈനയിലെ ഭരണാധികാരികൾ ആരായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. മഞ്ജു ഡൈനാസ്റ്റി ഇൻ ചൈന put forward the foreign interference and domination. അതായത് ചൈന ഭരിച്ചിരുന്നത് മഞ്ജു ഡൈനാസ്റ്റി ആയിരുന്നു. അവരുടെ രീതി എന്താണെന്ന് വെച്ചാൽ they allowed foreign interference. They allowed foreign interference and domination. അതായത് വിദേശ ആധിപത്യവും ഇടപെടലും അവരെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇത് some secret organizations ചൈനയിൽ ഉണ്ടായിരുന്നു, രഹസ്യ സംഘടനകൾ. അതായത് ചൈനയിലെ കുറെ സീക്രട്ട് ഓർഗനൈസേഷൻസ് ഈ മഞ്ജു ഡൈനാസ്റ്റിയുടെ ഈ മനോഭാവത്തെ എതിർത്തിരുന്നു. അതുകൊണ്ട് they revolted against in 1900. 1900 ഈ രഹസ്യ സംഘടനകൾ എന്ത് ചെയ്തു? ചൈനയുടെ ഇത്തരം മനോഭാവത്തിനെതിരെ, അതായത് മഞ്ജു ഡൈനാസ്റ്റിയുടെ മനോഭാവത്തിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. ഇനി ദി സീക്രട്ട് ഓർഗനൈസേഷൻസ് വാസ് ആൻ എംബ്ലം, ബോക്സേഴ്സ് ഫിസ്റ്റ്. അവർക്കൊരു മുദ്രയുണ്ടായിരുന്നു, അത് ബോക്സേഴ്സ് ഫിസ്റ്റ്, അതായത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ എംബ്ലം. അപ്പോൾ ഈ രഹസ്യ സംഘടനകൾ ഈ ബോക്സേഴ്സിന്റെ ഫിസ്റ്റ് എംബ്ലമാക്കി ഉപയോഗിച്ചത് കൊണ്ട് ഈ റിബല്യൻ അല്ലെങ്കിൽ ഈ റിവോൾട്ടിനെ ബോക്സർ റിബല്യൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ റിബല്യൻ വാസ് എ ഫെയിലുവർ, ഇതൊരു പരാജയമായിരുന്നു. ബട്ട് ദിസ് റിബല്യൻ ഗേവ് stimulated the revolutions that came up later. പിൽക്കാലത്ത് വന്ന വിപ്ലവത്തിന് ഒരു പ്രചോദനമായിരുന്നു. In 1911 ഡോക്ടർ സൺ യാസൻ റിവോൾട്ട് അഗൈൻസ്റ്റ് മഞ്ജു ഡൈനാസ്റ്റി, മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ പ്രതികരിക്കുകയും then this ended the മഞ്ജു ഡൈനാസ്റ്റി. അങ്ങനെ ഈ മൊണാർക്കി, അതായത് ഏകാധിപത്യം, മഞ്ജു രാജവംശത്തിന്റെ ഏകാധിപത്യ ഭരണം അവസാനിക്കുകയും then സൺ യാറ്റ്സൻ established a republican government that his party is known as Kuomintang party in southern China. southern ചൈനയിലെ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ഡോക്ടർ സൺ യാറ്റ്സൻ നടപ്പിലാക്കി. ഇനി എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയോളജി? എല്ലാ ലീഡേഴ്സിനും, എല്ലാ രാജ്യങ്ങളിൽ നടന്ന റെവല്യൂഷൻസിനും അതിനെല്ലാവർക്കും ഒരു ഐഡിയാസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ പ്രധാന ഐഡിയോളജി നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. നാഷണലിസം എന്ന് പറയുന്നത് ടു എക്സ്പെൽ ദി മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ദി ഇംപീരിയൽ പവേഴ്സ്. മഞ്ജൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, അതാണ് അവരുടെ നാഷണലിസം. അതായത് മഞ്ജു ഡൈനാസ്റ്റിയെ പുറത്താക്കുക. അടുത്തതാണ് ഡെമോക്രസി. ഡെമോക്രസി മീൻസ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ, ജനാധിപത്യ ഭരണം നടപ്പിലാക്കുക. സോഷ്യലിസം, അതായത് ടു കൺട്രോൾ ക്യാപിറ്റൽ, മൂലധനത്തെ നിയന്ത്രിക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി, തുല്യമായിട്ട് ഭൂമി വിതരണം ചെയ്യുക. അതായത് ഏകാധിപത്യത്തിലുള്ള മൊണാർക്കിയായിട്ടുള്ള മഞ്ജു ഡൈനാസ്റ്റിയെ പുറത്താക്കണം, എല്ലാവർക്കും ഭൂമി നൽകണം, അവിടെ ഒരു ജനാധിപത്യ, ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകും. ഇതായിരുന്നു ഡോക്ടർ സൺ യാറ്റ്സന്റെ ഐഡിയസ്. ഇനി അതിനുശേഷം he decided to sign a treaty with the foreign countries. അതായത് വെസ്റ്റേൺ കൺട്രീസുമായിട്ട്, മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് സമത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സൺ യാറ്റ്സൻ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. അതായത് he decided to
nullify the unjust treaties signed with the foreign countries and want to maintain equality with western countries. അതായത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൺ ജാക്സൺ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കി. അതായത് മഞ്ജു ഡൈനാസ്റ്റി ഭരിക്കുന്ന കാലത്ത് ഫോറിനേഴ്സ് സൈൻ ചെയ്തിരിക്കുന്ന അൺജസ്റ്റിഫുൾ, നീതിക്ക് നിരക്കാത്ത അൺജസ്റ്റ് ട്രീറ്റീസ് എല്ലാം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? റദ്ദാക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ സൺ ജാക്സന്റെ ആദ്യത്തെ ഒരു പരിഷ്കാരമാണ്. നെക്സ്റ്റ് വൺ ഈസ് ദി കുമിന്താങ് Republic adopted measures for the progress of agriculture and industry. കൃഷിയുടെയും വ്യവസായത്തിനും വേണ്ടി കുറെ മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറെ പുരോഗതിക്ക് ആവശ്യമായ ചില നടപടികൾ കൊണ്ടുവന്നു. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്സ്. ഇതിനൊക്കെ ഒരു സഹായം, പല മേഖലകൾക്കും വേണ്ടുന്ന സഹായം റഷ്യയിൽ നിന്നുമാണ് ലഭിച്ചത്. Then and the Chinese Communist Party was formed. മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുകയും ചെയ്തു. ദി കുമിന്താങ് ആൻഡ് ദി കമ്മ്യൂണിസ്റ്റ് കോഓപ്പറേറ്റഡ്. അപ്പൊ കുമിന്താങ് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് ആയിരുന്നു, റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ആയിരുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടി ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അപ്പൊ കുമിന്താങ്ങും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ കോഓപ്പറേറ്റഡ്, വളരെ സഹകരണത്തിലായിരുന്നു. ബട്ട് ദിസ് കോഓപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ് വെൻ ചിയാങ് കൈഷക്ക്. അതായത് എന്നാൽ സൺ യാറ്റ്സെന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? അവിടെ ഭരണത്തിന്റെ തലവനായി വന്നു. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിന്താങ് പാർട്ടിയും തമ്മിൽ വലിയ സഹകരണത്തിലാണ് പോയത്. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങും കമ്മ്യൂണിസ്റ്റും തമ്മിൽ വലിയ സഹകരിച്ചു പോയെങ്കിലും പക്ഷേ അതിന് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ സൺ യാറ്റ്സെന്റെ മരണശേഷം ചിയാങ് കൈഷക്കാണ് അടുത്ത വരുന്ന ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് this cooperation was disturbed when Chiang Kai-shek became the head of the republic. ചിയാങ് കൈഷക്ക് വരുമ്പോഴേക്കും ഈ കോഓപ്പറേഷൻ ഒക്കെ തന്നെ കുറെ മാറ്റം വരുന്നുണ്ട്. ഇനി നമുക്കറിയാം ചിയാങ്, അപ്പം ആദ്യം നമുക്ക് മഞ്ജു ഡൈനാസ്റ്റി ആയിരുന്നു, ഡോക്ടർ സൺ യാറ്റ്സൺ ആണ്. അദ്ദേഹത്തിന് ശേഷം വരുന്നത് ചിയാങ് കൈഷക്ക് ആണ്. ഇനി നോക്കാം അദ്ദേഹത്തിന്റെ കാര്യം. റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ, അതായത് റിപ്പബ്ലിക് ജനകീയമാവുകയാണ്. ചിയാങ് കൈഷക്ക് അസർട്ടൻ മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ഒരു സൈനിക ഏകാധിപത്യ ഭരണമായിരുന്നു ചിയാങ് കൈഷക്ക്. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ്. എല്ലാ വിദേശ ശക്തികൾക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ്. അമേരിക്കയ്ക്ക് ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന. ചൈനയിലെ സ്വതന്ത്രമായിട്ട് ഇടപെടുന്നതിന് അമേരിക്കയ്ക്ക് ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? ചില ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു. ആൻഡ് ഡിഡ് നോട്ട് കോഓപ്പറേറ്റ് വിത്ത് ദി കമ്മ്യൂണിസ്റ്റ്. പക്ഷെ ഇതെന്ത് പറ്റി? അതായത് ഇത് വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരം ഒരുക്കിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകളുടെ സഹകരണം അതോടെ ഇല്ലാതെയാകുന്നു. Coal and iron industries, banking, foreign trade were all controlled by foreign. ചൈനയിലുള്ള പ്രധാനപ്പെട്ട കോളും അയണും ഇൻഡസ്ട്രികൾ, ബാങ്കിങ്, ഫോറിൻ ട്രേഡ് എല്ലാം വിദേശികളുടെ കൺട്രോളിലായിരുന്നു. ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദി പോളിസി ഓഫ് ചിയാങ് കൈഷക്ക്. ചിയാങ് കൈഷക്കിന്റെ പോളിസിയെ അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് മഞ്ജു ഡൈനാസ്റ്റിയുടെ ഒരു ഏകദേശ രീതി തന്നെയായിരുന്നു ചിയാങ് കൈഷക്കിന്റെയും ഭരണരീതി. അപ്പം കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇഷ്ടമായില്ല. They were brutally suppressed. ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിർത്തെങ്കിലും അവരെ ക്രൂരമായി തന്നെ ബ്രൂട്ടലി അടിച്ചമർത്തപ്പെട്ടു. ഈ സമയത്താണ് മാവോ സേതോ റോസ് ടു ദി ലീഡർഷിപ്പ്. അദ്ദേഹം
ഭരണത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് മാവോ സേതൂങ് വരുന്നു. അങ്ങനെ 1934 ഈ മാവോ സേതൂങ് ഒരു ജേർണി നടത്തി. ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന. ദി അഡ്വഞ്ചറസ് ട്രിപ്പ് ended at യെനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. അതായത് സൗത്ത് ചൈനയിൽ നിന്നും ഒരു യാത്ര നടത്തി മാവോ സേതൂങ്. എവിടേക്ക്? നോർത്ത് വെസ്റ്റേൺ ചൈനയിലേക്ക് 1934. ആ ജേർണിയിൽ they seized out agricultural land and villages from lords and distributed them among the farmers. അതായത് ആ തെക്ക് ചൈനയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ചൈനയിലേക്കുള്ള ട്രിപ്പില് ഒരു ജേർണി മാവോ സേതൂങ് നടത്തുകയും ആ ജേർണിയിൽ അദ്ദേഹത്തിന് കണ്ട ഭൂമികളെല്ലാം തന്നെ പിടിച്ചെടുത്ത്, അതായത് ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദി ലോങ് മാർച്ച്. ഇതിനെ നമ്മുടെ ലോങ് മാർച്ച് എന്നാണ് അറിയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോങ് മാർച്ച് എന്താണ്? ഡോക്ടർ മാവോ സേതൂങ് planned a trip from South China to North Western China. Throughout the journey, he seized out agricultural land and distributed to the farmers. This event is called a Long March. Mao Zedong and the Communist Party became the symbol of the struggle of the Chinese against foreign power. Chiang Kai-shek had to seek political asylum in Taiwan when the Red Army of Mao Zedong captured the center of Kuomintang rule. അതായത് ഈ സമയത്ത് ഇതിന്റെ പോരാട്ടത്തെയൊക്കെ നടക്കുന്നെങ്കിലും മാവോ സേതൂങ്ങും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പു സേനയും കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കി. അങ്ങനെ ചിയാങ് കൈഷക് എന്ത് ചെയ്തു? തൈവാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി. 1949 October 1, China, Mao Zedong under the leadership of Mao Zedong, China became a republic in 1st October 1949 under the leadership of the Mao Zedong. Mao Zedongന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയി മാറി എന്ന് 1949 October 1. അപ്പം ഇത് ചൈനീസ് റവല്യൂഷനിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ഓപ്പിയം ട്രേഡ്, സെക്കൻഡ് വൺ ഈസ് ഓപ്പൺ ഡോർ പോളിസി, ആൻഡ് തേർഡ് വൺ ഇത് ഡോക്ടർ സൺ യാട്സൺ ഐഡിയാസ്. Then there is Kuomintang party. Then there is Long March. These are the important points of Chinese revolution. Chiang Kai-shek was also is a ruler. He was like the Manchu dynasty because he was a military autocracy in China, but he gave opportunity for foreign powers to interfere the activities of China. But the communists not supported or protested against Chiang Kai-shek. At that time, Mao Zedong came under the leadership of Communist Party and he started a long journey from South China to Northwestern China. Throughout the journey, he seized the agricultural land and distributed to farmers. It is Long March. Chiang Kai-shek went to Taiwan and Mao Zedong started the People's Republic of China on 1st October 1914. ഇനി നമുക്ക് ചൈനയെ കുറിച്ച് പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ചൈന ഈസ് ദി മോസ്റ്റ് ലാർജ് പോപ്പുലേഷൻ ഇൻ ദി വേൾഡ്. ഇറ്റ് ഈസ് ഇൻ ഏഷ്യൻ കോണ്ടിനെന്റ്. ഈ ചൈന ഈസ് എ നൈബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ. ദെൻ ചൈന ഹാവ് 14 നൈബറിംഗ് കൺട്രീസ്. ചൈനയ്ക്ക് 14
അതിർത്തിയായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ലോകത്തിലെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനമാണ് ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ്.